ഇത് തമിഴ്നാട് കാളാണ്. തമിഴ്നാട് കാളാണ്. ഇല്ല, പല റേഞ്ചിലുണ്ട്. വില കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. അത് 45 റുപ്യ. ആയി പെട്ടാണ് ഇങ്ങനെ ഈ കന്നൊക്കെ. കുറച്ച് കൊടുക്കാം നമുക്ക്. ഇത് ഒരു 1.25 ഉണ്ടാവും. ഇതൊരു 30 ഒലിയത്തിന് ഇറക്കാനുള്ളതാണ്. ഒലിയത്തിന് പറ്റുന്ന കന്നാണ്. നമ്മൾ അങ്ങനത്തെ എടുക്കുള്ളൂ. അയവും കാര്യങ്ങളും ഇല്ലാത്ത നോക്കിയാണ് നമ്മൾ എടുക്കുന്നതാണ്. എല്ലാം വൃത്തിയുള്ള, രോമത്തിന് കേടുപാടുണ്ടാവില്ല. എല്ലാ ക്ലിയറുള്ള കന്നാണ്. ഇത് നമുക്ക് ഈ കാളക്കുട്ടി നമുക്കൊരു 40 രൂപ കൊടുക്കാം. ഇതും ആ ലെവലിൽ കൊടുക്കാം. ഇനിയിപ്പോൾ വലിയ കാളാളിതാ കുറച്ചുകൂടെ വലിച്ചിട്ട് ഈ കാളകൾക്ക് ഒരു 250 കിലോ ഇറച്ചി ഉണ്ടാവും. 2.5 കിലോ ഇറച്ചി ഉണ്ടാവും. ഇത് നമുക്കൊരു 70 തോത് കൊടുക്കാം. നമുക്ക് 70 മൊത്തത്തിൽ കൊടുക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്വാഗതം. എൻ്റെ പേര് ഹാരിസ്. നമ്മൾ തന്നെ ഉണ്ട്. ഞങ്ങൾ 3 പേരാ. ഒന്ന് സലാമ, ഒന്ന് ബഷീർ, ഒന്ന് ഹാരിസ്. ഞാൻ ഇതാ ബഷീർ, അതാ സലാം, ഇതാ മുക്കൂട്ട് കച്ചവടം. ഞങ്ങൾ തുടങ്ങിയൊരു 15 വർഷമായി. അതിന് മുന്നത്തെ ഇവിടെ കച്ചവടമുള്ള ഒരു 50 വർഷം മുന്നുള്ളതാണ്. പാരമ്പര്യമായിട്ടുള്ള കച്ചവടമാണ്. ഇവിടെ തന്നെ കച്ചവടം. അപ്പോൾ നമ്മൾ മുതലാളിൻ്റെ സ്ഥലം തന്നെ ഇപ്പോൾ നമ്മൾ ലീസിനാണ്. ഇതിൻ്റെ ഓണർ ചെമ്മുക്ക മുഹമ്മദ് ആയിരുന്നു. അയാളെ കച്ചവടം. കാളപൂട്ട് പരിപാടി നമുക്കില്ല. പക്ഷെ നമ്മൾ മുതലാളിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കായിട്ടില്ല. നമുക്ക് കച്ചവടം തന്നെ ഉള്ളൂ. ഇറച്ചി ഇത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എൻ്റെ കന്നാണ്. നമ്മൾ പോയി കൊണ്ടുവരാണ്. വണ്ടിയുണ്ട്. തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കും. ഏത് സ്പോട്ടും എവിടെയും വാങ്ങണം. ഡെലിവറി. കാളയാണ്. ഇതിപ്പോ കാണുന്നത് ഇടത്തരാണല്ലോ. ഇപ്പൊ മൊത്തത്തില് മാറ്റി കെട്ടിയതാണ് കേട്ടില്ലേ? മഴയുടെ പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ തന്നെ തൂത്ത് കെട്ടിയത്. മഴ ഇതിന് പനിച്ചിട്ടുണ്ടെങ്കിൽ കുളമ്പിനും കാര്യങ്ങളൊക്കെ വരും. രോഗം വരും. അപ്പൊ മഴ കൊള്ളിച്ചല്ലേ ഞങ്ങള്. അതന്നെ. അപ്പൊ മാറ്റി കെട്ടിയിട്ടാണ് ഇപ്പൊ മൊത്തം തൊഴുത്തിലെത്തിയത്. ഏകദേശം വിലയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആയിക്കോട്ടെ വരാറുന്നേരാ. ഇതൊരു 150 ഇറച്ചി ഉണ്ടാവും. ഇറച്ചി ഉണ്ടാവും. തീർന്നുണ്ടാവും. പ്രായമാണ്. അയവും കാര്യങ്ങളൊന്നും ഇല്ല. പല്ല് ഒക്കെ 4 വയസ്സായ. രമേശോട് ആ കുറ്റി കെട്ടിക്കളി. അപ്പുറത്തേക്കൊന്ന് മാറ്റി കെട്ടാം. ഇത് നമുക്കൊരു 45 രൂപ കൊടുക്കാം. കുട്ടിയെ കൊടുക്കാം. അതിനെന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇല്ലല്ല, നമ്മൾ സ്ഥിരമായിട്ട് എന്നുള്ള കച്ചവടം. ഇവിടെ 360 ദിവസമുള്ള കച്ചവടമല്ലോ. പെരുന്നാൾ കച്ചവടം മാത്രമല്ല, എന്നുള്ള കച്ചവടമാണ്. ആ ലെവൽ കൊടുക്കുക. ചന്തീത്തെ റേറ്റ് പറഞ്ഞാൽ അവിടെ ഭയങ്കര റേറ്റാണ്. പക്ഷെ അതിലും കുറച്ച് നമ്മൾ ഇവിടെ കന്ന് കൊടുക്കുന്നത്. അതിന് മട്ടത്ത് കൊടുക്കും. അതിൽ കുറച്ച് 40 കുറയില്ല. ഇപ്പോഴത്തെ റേറ്റ് അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഇറച്ചിക്കൊക്കെ 300 മേലെ വില ആയില്ലേ. ഇതിപ്പോ പൈക്കള ഇറച്ചിക്ക് 300 മേലെ വില ഉണ്ട്. നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതൊരു 1.25 ഉണ്ടാവും. ഇത് നമുക്കൊരു 50 ഉറുപ്പിക കൊടുക്കാം. അറ്റത്തുള്ള ഒരു 45 രൂപ കൊടുക്കാം. പിന്നെ ഇത് വൃത്തിക്കാണ് പൈസ. ചൊറുക്കും പവറും കൂടുന്നിടത്തോളം പൈസ കൂടും. പിന്നെ സ്ഥിരമായിട്ട് ഇത് എന്നും ഇവിടെ കച്ചവടമുള്ളതല്ല. എങ്ങനെ? ഇത് തമിഴ്നാട് കാളാണ്.
ഓരോന്നിനും ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഏകദേശം ഒരേ വില തന്നെയാണോ? ഇതിൽ പല റേഞ്ചിനുണ്ട്, വില കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട്. അത് 45 റുപ്യ ആയി പെട്ടാണ് ഇങ്ങനെ ഈ കന്നൊക്കെ. ആ കുറച്ച് കൊടുക്കാം നമുക്ക്. ഇത് ഒരു 1.25 ഉണ്ടാവും. ഇതൊരു 30 ഉദയത്തിന് ഇറക്കാനുള്ളതാണ്. ആ ഉദയത്തിന് പറ്റുന്ന കന്നാണ്. നമ്മൾ അങ്ങനത്തെ എടുക്കുള്ളൂ. അയവും കാര്യങ്ങളും ഇല്ലാത്ത നോക്കിയാണ് നമ്മൾ എടുക്കുന്നതാണ്. എല്ലാം വൃത്തിയില്ല, രോമത്തിന് കേടുപാടുണ്ടാവില്ല, എല്ലാ ക്ലിയറുള്ള കന്നാണ്. ഇത് നമുക്ക് ഈ കാളക്കുട്ടി നമുക്കൊരു 40 റുപ്യ കൊടുക്കാം. ഇതും ആ ലെവലിൽ കൊടുക്കാം. ഇനിയിപ്പോൾ വലിയ കാളാളിതാ കുറച്ചുകൂടെ വലിച്ചിട്ട് ഈ കാളകളൊക്കെ ഒരു 250 കിലോ ഇറച്ചി ഉണ്ടാവും. 2.5 കിലോ ഇറച്ചി ഉണ്ടാവും. ഇത് നമുക്കൊരു 70 തോത് കൊടുക്കാം. നമുക്ക് 70 മൊത്തത്തിൽ കൊടുക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 70 റേറ്റ്. 2.5 തീർന്ന ഇറച്ചി ഉണ്ടാവും. ഇതിൽ വലുതും ചെറുതൊക്കെ ഉണ്ട്. ഈ കാള നമുക്കൊരു 75 കൊടുക്കാം. ഈ കാളകളൊക്കെ 75 റുപ്യ കൊടുക്കാം. ഈ വലിയ കാള ഒരു 90 റുപ്യ വരും. ഇതൊരു 350 ഇറച്ചി ഉണ്ടാവും. 3.5 കിലോ ഇറച്ചി ഉണ്ടാവും. നമ്മളിത് എന്നും ചെയ്യണ ഏർപ്പാടല്ലേ. ഈ കാള 85 വരും. ഇത് ഒക്കെ ഒരു 70 തോതിൽ വരും. ഈ കാളകളൊക്കെ 70 റുപ്യ വരും. ആയിപ്പെട്ട കാളകളാണ്. ഇതൊക്കെ ഇന്നലെ ആന്ധ്രയിൽ വന്ന കന്നാ, ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഇനി വന്ന് ക്ഷീണമൊക്കെ മാറി ഒന്ന് റെഡി ആവാണ്ട്. കയറാണ്ട്. അതന്നെ. ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 10-30 പോയിക്കണ്. കച്ചവടം പോയി. ഓരോ കമ്മിറ്റിക്കാർ വന്നെടുത്തിട്ട് മല്ല അന്ന് വൈലത്തുള്ള ഒരു ടീം 20 കൊണ്ടുപോയി, ഒരു ടീം 10 കൊണ്ടുപോയി. പിന്നെ കുറച്ച് വിറ്റത് ഇവിടെ ഉണ്ടാനും ഒക്കെ നാളെയും മറ്റന്നാളും കൊണ്ടുപോകും ചെയ്യും. നോക്കുന്നുണ്ട്. തലേന്ന് കൊണ്ടുപോയി വെട്ടി കൊടുക്കുക. അതുപോലെ അത് അങ്ങനത്തെ സെയിം റേറ്റിന് നമ്മൾ കൊടുക്കുള്ളൂ. പക്ഷെ ഒരു കൊണ്ടുപോകുന്ന എന്തെങ്കിലും ചെലവിന്റെ പൈസ വെച്ചിട്ട് വാങ്ങും ഞങ്ങൾ. അത്ര ഉള്ളൂ. അതന്നെ അത്ര ദിവസം. അതന്നെ. അതെ. അത് ഈ വൈക്കോൽ ഇട്ടുകൊടുക്കിൻ്റെ കാശ് വെച്ചിട്ട് നമ്മൾ വാങ്ങുള്ളൂ, കൂടുതൽ വാങ്ങൂല. ഇവിടെ ഒരു സീസണിൽ ഒരു 200-300 കന്ന് വിറ്റതിനുണ്ടോ ഇവിടെ. പിന്നെ കുറേ കൊണ്ടായത്. നമ്മൾ 10-500 കന്ന് ഇവിടെ സീസണിൽ വിൽക്കും. ഇത് പെരുന്നാൾക്ക് മാത്രമുള്ള കച്ചവടം കേട്ടോ. ഇതൊക്കെ ആന്ധ്രക്കന്നാണ്. ഇതൊക്കെ നല്ല നല്ല കാളകളാണ്. നല്ല വൃത്തിയുള്ള അയവും കാര്യങ്ങളും ഇല്ലാത്ത കാളകളാണ്. ഈ കാള ഒരു 85 കൊടുക്കുക. ഈ കാള 85 കൊടുക്കുക. ഈ കാള 75 കൊടുക്കുക. അതന്നെ. ഓരോ ചന്തയിൽ നിന്ന് വരുന്നതിനനുസരിച്ച്. അതന്നെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തിന് ഒരു 5000 റുപ്യ നിലവിൽ ഈ ആഴ്ച കൂടിക്കണ്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട് കന്നുമ്മല്. വില കൂടുന്ന ഇത് ഈ സീസൺ ആകുമ്പോൾ അവിടെ ആന്ധ്രയും വില കൂടുകയാണ്. ഒരു കുറേ ഇതിൻ്റെ പെരുന്നാളല്ലേ എന്നുള്ളേ. ഇങ്ങനെ ബാക്ക് കൂടി പോയി. ആ റേഞ്ച് പോണ കാണാൻ. ഉള്ളില് 400-450 കിലോ ആളുണ്ട്. ഇൻഷാ അല്ലാഹ്.